ഒത്തിരി മരുന്നുകൾ കഴിച്ചിരുന്നതാണ്. പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ കുഞ്ഞ് ആയുർവേദ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് സാധിച്ചു. നമുക്കിതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇങ്ങനെ ഓക്സിജന്റെ കപ്പാസിറ്റി കുറഞ്ഞ് ലങ്സ് ചുരുങ്ങി ആൾ അങ്ങനെ ഒരു മരണത്തിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയാണ്. നമ്മൾ വൈക്കോലിൽ പണിയെടുക്കുന്ന 10 പേര് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു ലങ് ഫൈബ്രോസിസ് വരാൻ സാധ്യതയുള്ളൂ. സ്റ്റാർട്ടിംഗ് സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റിക്കവറി തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. വെൽക്കം ടു മരിയൻ ആയുർവേദ. ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്ന ഒരു അവസ്ഥയെക്കുറിച്ചാണ്. നമുക്ക് പലർക്കും അത്ര സുപരിചിതമാവില്ല, പക്ഷേ ഈ ഒരു രോഗം ഉള്ളവർ അനുഭവിക്കുന്ന ഒരു വേദന അത് വളരെ വലുതാണ്. ഇവർക്ക് കുത്തിയുള്ള ചുമ ഉണ്ടാവുക, രാത്രി കിടന്നുറങ്ങാൻ സാധിക്കാതിരിക്കുക, അല്ലെങ്കിൽ ചെസ്റ്റ് ഒരു ടൈറ്റായ പോലെയുള്ള അവസ്ഥ, ഓക്സിജൻ ലെവൽ കുറയുക. ഇതിൻ്റെ ഒരു കൂടിയൊരവസ്ഥയിലൊക്കെ ഇവർക്ക് ബ്രെയിൻ ഫങ്ഷൻസിനൊക്കെ ഇത് കൃത്യമായ ഒരു തകരാറുണ്ടാക്കുക, ഒരു കൺഫ്യൂഷൻ്റെ അവസ്ഥ ഉണ്ടാക്കുക. ലൈഫിനെ തന്നെ ബാധിക്കുന്ന ലങ് ഫൈബ്രോസിസ് കൂടി തീരെ ഓക്സിജൻ കപ്പാസിറ്റി ഇല്ലാത്ത ലങ്സ് ആയിട്ടൊക്കെ മാറിക്കൊണ്ട് മരണത്തിലേക്ക് വേണമെങ്കിൽ ലീഡ് ചെയ്യാവുന്ന ഒരു രോഗമാണ് ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. ഇത് ആയുർവേദത്തിൽ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു രോഗം കൂടിയാണ് ഈ ലങ് ഫൈബ്രോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നാം ചിന്തിക്കുന്നത് എന്തുകൊണ്ട് ഇത് വരുന്നു, എന്തൊക്കെ ആയുർവേദ ചികിത്സകളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. ഞാൻ ഡോക്ടർ അനുമോദ് കാക്കശ്ശേരി, മരിയൻ ആയുർവേദ, തൃശ്ശൂർ. നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഇപ്പോൾ നമ്മുടെ ഇവിടെ ഹോസ്പിറ്റലിൽ വന്ന് ലങ് ഫൈബ്രോസിസ് മൂലം തീരെ ശ്വാസം എടുക്കാൻ പറ്റാതെ ഇൻഹേലേഴ്സൊക്കെ ആയിട്ട് ജീവിച്ചിരുന്ന ഒരു അമ്മൂമ്മയുടെ ഒരു ടെസ്റ്റിമോണിയിലൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഈ തീരെ ശ്വാസം എടുക്കാൻ പറ്റില്ല. ഇപ്പോൾ ഈ ഒരു അമ്മൂമ്മയുടെ കേസല്ല, അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ വീഡിയോസൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഒരുപാട് ലങ് ഫൈബ്രോസിസ് കേസുകൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് അവരെ ലങ്ങിൻ്റെ കപ്പാസിറ്റി കൂട്ടാനും ഓക്സിജൻ സിലിണ്ടറുമായിട്ടൊക്കെ ജീവിച്ചിരുന്ന ചില വ്യക്തികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഓക്സിജൻ സിലിണ്ടർ ഉപേക്ഷിക്കാനും വിത്തൗട്ട് ഓക്സിജൻ സിലിണ്ടർ ഇല്ലാതെ തന്നെ അവർക്ക് ശ്വസിക്കാനും നടക്കാനൊക്കെ പറ്റുന്ന ഒത്തിരി എക്സ്പീരിയൻസ് നമുക്കുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. നമുക്ക് ആദ്യം ഈ ഒരു ടെസ്റ്റിമോണിയിലേക്ക് നമുക്കിപ്പോൾ പോകാം. എൻ്റെ പേര് മേരി ജോസഫ്. ഞാൻ വടക്കഞ്ചേരിയിൽ നിന്ന് വരുന്നു. എനിക്ക് 3 മാസമായി ഭയങ്കര ചുമയും ശ്വാസം മുട്ടുമായിരുന്നു. പല ആസ്പത്രികളിൽ ഞാൻ പോയി, കുറഞ്ഞില്ല. പിന്നെ ആയുർവേദ ആസ്പത്രിയിൽ വന്ന് അനുമോദ ഡോക്ടർ ചികിത്സയിൽ ഞാൻ 10 ദിവസം കിടന്നു, ഉള്ളിലോട്ട് മരുന്ന് കഴിച്ചു, കുറഞ്ഞു, വളരെ സുഖമുണ്ട്. ഇപ്പോൾ 2ാമത്തെ ടെസ്റ്റിന് വന്നതാണ്. അപ്പോൾ കഴുത്തിൽ ഒരു ഞരമ്പിൻ്റെ പിടുത്തം പോലെ ഒരു വേദന പോലെ തോന്നി. അത് ഡോക്ടർമാർ ഒഴിഞ്ഞു, അത് ശരിയാക്കി. വളരെ കുറവുണ്ട് എനിക്ക്. നന്ദി. അപ്പോൾ നമ്മൾ ഈ ഒരു ടെസ്റ്റിമോണിയിൽ കേട്ടതുപോലെ ഒത്തിരി മരുന്നുകൾ കഴിച്ചിരുന്നതാണ്. പക്ഷെ അതെല്ലാം മാറ്റിക്കൊണ്ട് നമ്മുടെ കുഞ്ഞ് ആയുർവേദ മരുന്നുകൾ കൊണ്ട് തന്നെ നമുക്ക് അവരുടെ ബുദ്ധിമുട്ടുകൾ മാറ്റാനായിട്ട് സാധിച്ചു. നമുക്കിതിൻ്റെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഈ പൾമണറി ഫൈബ്രോസിസ് അല്ലെങ്കിൽ ഇൻഡസ്ട്രീഷ്യൽ ലങ് ഡിസീസ് എന്നൊക്കെ പറയുന്ന ഒരവസ്ഥകൾ, ലങ്സിലുണ്ടാകുന്ന നീർക്കെട്ടുകൾ അല്ലെങ്കിൽ ഒരു സ്കാറിങ് ഓഫ് ടിഷ്യൂസാണ് സംഭവിക്കുക. സ്കാറിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ കയ്യിലൊരു മുറിവ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ പ്രത്യേക രീതിയിൽ മുറിവ് യോജിച്ച് കഴിയുമ്പോൾ ഒരു സ്മൂത്ത് ആയിട്ടുള്ളൊരു ടൈറ്റ് ആയിട്ടുള്ളൊരു സ്കിൻ ഉണ്ടാവും. അതാണ് സ്കാറിങ്. ഇതേപോലെ ലങ്സ് ലങ്സ് എന്ന് പറയുന്നത് വളരെ സോഫ്റ്റായി എലാസ്റ്റിക് മൂവ്മെൻ്റ് ഉള്ള വളരെയധികം വലുതാകുന്ന ചെറുതാകുന്ന ഒരു അവയവമാണ്, നമുക്കറിയാം. പക്ഷേ ഈ ലങ് ഫൈബ്രോസിസ് വന്നു കഴിയുമ്പോൾ ഇത് ഭയങ്കര ടൈറ്റായിട്ട് വികസിക്കാതെയൊക്കെ ഇങ്ങനെ ഒരു സ്കാറിങ് ഓഫ് ലങ്സ് എന്നൊക്കെ പറയുന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലൊന്നും ഓക്സിജൻ നിൽക്കാൻ പറ്റില്ല. ഓക്സിജൻ്റെ കപ്പാസിറ്റി ലങ്സിൻ്റെ ഭയങ്കരമായിട്ട് കുറയും എന്നുള്ളതാണ്. ഇങ്ങനെ ഓക്സിജൻ്റെ കപ്പാസിറ്റി കുറഞ്ഞ് ലങ്സ് ചുരുങ്ങി ആൾ അങ്ങനെ ഒരു മരണത്തിലേക്കൊക്കെ പോകുന്നൊരവസ്ഥയാണ്. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നമ്മൾ ചെയ്തു, പക്ഷെ നമുക്ക് നല്ലൊരു റിസൾട്ട് നമുക്കിന്ന് കൊടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം, ഇതിന് ഒരുപാട് കാരണങ്ങൾ നമ്മൾ പറയുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കെമിക്കൽസിൻ്റെ ശ്വസിക്കുന്നതാണ്, അല്ലെങ്കിൽ വൈക്കോലിൻ്റെ പൊടികളാണ്, അല്ലെങ്കിൽ ഇത്തരത്തിൽ പറയുന്ന ഒരുപാട് കാരണങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ വൈക്കോലിൽ പണിയെടുക്കുന്ന 10 പേര് പണിയെടുക്കുന്നുണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമേ ഈ ഒരു ലങ് ഫൈബ്രോസിസ് വരാൻ സാധ്യതയുള്ളൂ. അപ്പം എന്തുകൊണ്ട് ഈ 10 പേരിൽ ഒരാൾക്ക് മാത്രം വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവത്തിൽ ലങ് ഫൈബ്രോസിസ് ചികിത്സിച്ചിട്ടുള്ള ഒരു 10 പേരിലും ലങ് ഫൈബ്രോസിസ് ഉള്ളവർക്കെല്ലാം ഞാൻ കോമൺ ആയിട്ട് കണ്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇവർക്കെല്ലാം അസിഡിറ്റിയുടെ ഭയങ്കരമായ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്.
അസിഡിറ്റി ഉള്ള ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ. ഇപ്പോൾ നമ്മൾ അസിഡിറ്റി ഉള്ള ഒരാൾക്ക് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാം. അതായത് കുടലുകൾ ഇതേപോലെ തന്നെ ലങ്സ് പോലെ തന്നെ വളരെ സോഫ്റ്റ് ആണ്. അതിങ്ങനെ വളരെ ഒരു എലാസ്റ്റിക് മൂവ്മെൻറ്റോട് കൂടിയാണ് നമ്മൾ ഒരു ബൗൽ മൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാകുന്നത്. അസിഡിറ്റി വരുന്നതോടുകൂടി ഈ ഒരു PVC പൈപ്പ് പോലെ കുടൽ ഇങ്ങനെ സ്റ്റിഫായി മാറും. പിന്നെ ഇവർക്ക് വയറ്റുന്നു പോവില്ല. ഇതേ അവസ്ഥ തന്നെയാണ് ഈ അസിഡിറ്റി കുടലുകളെ ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ കോൺസ്റ്റിപ്പേഷനും. അതേസമയം ഈ ആസിഡിറ്റി എന്ന് പറയുന്നത് കാലങ്ങൾ കൊണ്ട് ലങ്സിലേക്ക് ആശ്രയിച്ച് നിന്ന് കഴിഞ്ഞാൽ അത് ലങ്സിലൊരു സ്റ്റിഫ്നെസ്സും സ്കാറിങ്ങും ഒക്കെയാണ് ഉണ്ടാക്കുക. അപ്പോൾ നമ്മളിവിടെയൊക്കെ ചെയ്തൊരു കാര്യം 2 തരത്തിലാണ് ചെയ്തത്. ഒന്ന്, ഇവരുടെ ശരീരത്തിലെ അസിഡിറ്റി മാറ്റുന്ന രീതിയിലുള്ള മരുന്നുകൾ ഉള്ളിലേക്ക് കൊടുക്കുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഫൈബ്രോട്ടിക് ചേഞ്ചസ് മാറ്റാവുന്ന രീതിയിലുള്ള നമ്മൾ ചില ആയുർവേദ മരുന്നുകളുണ്ട്. ഈ മരുന്നുകൾ കൊണ്ട് കുഞ്ഞ് കിഴി ചെസ്റ്റിൽ കൊടുക്കുകയാണ്. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ചെയ്തിട്ടൊരു കാര്യം എന്ന് പറയുന്നത്, അത് വലിയ ചൂടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ചൂടൊന്നുമില്ല, അതൊരു പ്രത്യേക രീതിയിൽ കൊടുക്കുന്ന ഒരു മരുന്നുകൾ. ആ മരുന്നിൻ്റെ എഫക്റ്റാണ് ഒരു തിക്തരസമുള്ള ഒരു മരുന്ന് കൊണ്ടാണ് നമ്മളിതൊക്കെ ചെയ്തത്. ഈ മരുന്ന് കൊണ്ട് നമ്മൾ ചെസ്റ്റിൻ്റെ ലങ്സിൻ്റെ ഫ്രണ്ടിലും ആൻറ്റീരിയറും പോസ്റ്റീരിയറും പുറകിലും ഒക്കെ നമ്മൾ കിഴി ചെയ്യുന്നതിലൂടെ തന്നെ ഇവർക്ക് വിത്തിൻ 10-15 മിനിറ്റ് കൊണ്ട് ഇവർക്ക് ആശ്വാസം കിട്ടും. ഈ രീതിയിലുള്ള 2 ട്രീറ്റ്മെൻറ്റ്. ഒന്ന്, വയറ് ശരിയാക്കുന്നു, അതേസമയം തന്നെ ലങ്സിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന കട്ടിയുള്ള കഫം നമ്മൾ കിഴിയൊക്കെ ചെയ്യുമ്പോൾ ലങ്സ് സോഫ്റ്റ് ആവുന്നു. അതേസമയം കഫം കുറേ പുറത്തേക്ക് പോയി കഴിയുമ്പോൾ തന്നെ ലങ് വോളിയം വർദ്ധിക്കുന്നവർക്ക് ശ്വസിക്കാനായിട്ട് സാധിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഈ ലങ് ഫൈബ്രോസിസ് ഒരു പരിധി വരെ നമുക്ക് അതിജീവിക്കാം. സ്റ്റാർട്ടിങ് സ്റ്റേജിലും അല്ലെങ്കിൽ ഒരു മോഡറേറ്റ് സ്റ്റേജിലൊക്കെ ആണെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് റിക്കവറി തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇത്തരക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭക്ഷണത്തിൽ വലിയൊരു എരിവും പുളിയും കുറയ്ക്കുന്നതാണ്. ഈ അസിഡിറ്റി ഉള്ള ഭക്ഷണങ്ങൾ, ചായ, കോഫി, അച്ചാറ് പോലെയുള്ള സാധനങ്ങൾ, പിന്നെ പുളിയുള്ള ഫ്രൂട്ട്സുകൾ, ചെറുനാരങ്ങ, ഓറഞ്ച്, മുസമ്പി, പൈനാപ്പിൾ, ഗ്രേപ്പ്, ഇതൊക്കെ പറയുന്ന ഡേറ്റ്സ്, ചെമ്മീൻ, അയില ഈ പോലുള്ള സാധനങ്ങൾ ഇത്തരത്തിൽ ശരീരത്തിൽ അസിഡിറ്റി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള എരിവും പുളിയും കുറയ്ക്കുക. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട്. ഒരു ചെറിയ പുളി തട്ടിയാൽ മതി, അപ്പോൾ ലങ് വീണ്ടും സ്റ്റിഫാവും. അപ്പോൾ എത്ര പുളി കുറയ്ക്കുന്നോ അത്രമാത്രം ലങ് ഫൈബ്രോസിസിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പം ഒരു പക്ഷേ നമുക്ക് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും ലങ് ഫൈബ്രോസിസ് ഉണ്ടാവണമെന്നൊന്നുമില്ല. നമ്മുടെ ബന്ധത്തിൽ ആർക്കെങ്കിലും ഇങ്ങനെ ലങ്സ് ചുരുങ്ങി വരുന്ന അസുഖമുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ ശ്വസിക്കാൻ പറ്റുന്നില്ല, ആസ്മയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഒരു പരിധിവരെ അലർജിക് ആസ്മയുടെ റീസണും ഒക്കെ ഇതൊക്കെ തന്നെയാണ്. അലർജിക് ആസ്മ കൂടിയാണ് ഒരു തരത്തിൽ അവസാനം ലങ് ഫൈബ്രോസിസിലേക്കൊക്കെ എത്തുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ആരെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഇൻഫർമേഷൻ നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കുക. നമുക്ക് വീണ്ടും മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.